ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൊഞ്ച് റോസ്റ്റാണ്. അതിനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ കൊഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്താലോ. ആദ്യമായിട്ട് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് ഉപ്പൊന്നും ഇടുന്നില്ല, ഇതിനാവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ കൊഞ്ചിലേക്ക് മസാലയൊക്കെ പിടിക്കട്ടെ, നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പം നമുക്ക് ഫ്രൈ ചെയ്താലോ. അടുത്തായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മുടെ കൊഞ്ചിനിതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ അടുക്കി നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിനെ മസാലയൊക്കെ പുരട്ടിയ സമയത്ത് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിക്കുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൊഞ്ചിനെയൊക്കെ നമ്മുടെ പാനിലേക്ക് നിരത്തി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ കൊഞ്ച് ഒരു സൈഡ് ഓൾമോസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞു. നമ്മളിതിനെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ മസാലേൻ്റെയൊക്കെ. ഓക്കെ, നമ്മുടെ കൊഞ്ചിത റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാവേ. അപ്പോൾ ദാ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഇപ്പം ഞാൻ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 25 അത്ര എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ ഇടികല്ലിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. പിന്നെ നമ്മൾ സവാളേനേക്കാളും ഉള്ളി ഇട്ടെടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ നന്നായിട്ട് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി എത്രത്തോളം വഴണ്ട് കിട്ടുകയാണെങ്കിലും അത്രയ്ക്ക് നല്ലതാണ്. കാരണം ഉള്ളി വഴണ്ട് കഴിയുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മസാലയ്ക്കായിട്ട് പുരട്ടി വെച്ചപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞു, അപ്പോൾ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് പിന്നെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്തത് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ പൊടിയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് വേണോ വേണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കൊഞ്ചിനെ ഇതായി മസാലയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.